ഇന്ന് നമ്മുടെ ചോദ്യം എന്താണെങ്കിൽ 3 വർഷം മുമ്പ് പിതാവിന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 ഇരട്ടിയായിരുന്നു. ഓക്കെ, 3 വർഷം മുമ്പ് പിതാവിന്റെ പ്രായം മകന്റെ പ്രായത്തിന് 4 ഇരട്ടിയായിരുന്നു. 2 വർഷത്തിന് ശേഷം അത് മകന്റെ പ്രായത്തിന് 3 ഇരട്ടിയായിരിക്കും. അപ്പോൾ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്താ? ഓക്കെ, അതായത് 3 വർഷം മുമ്പ് 4 ഇരട്ടിയായിരുന്നു, 2 വർഷത്തിന് ശേഷം അത് മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയായി. അപ്പൊ അതിനുള്ള ഫോർമുല എന്താണെങ്കിൽ എത്ര വർഷത്തിന് മുമ്പാണോ അതിനെ എത്ര ഇരട്ടിയാണോ അതിൽ നിന്ന് ഒന്ന് കുറച്ച് ഗുണിക്കുക. വർഷത്തിന് മുമ്പ് ഇൻറ്റു ഇരട്ടി -1, അതുപോലെ പ്ലസ് വർഷത്തിന് ശേഷം എത്ര ഇരട്ടിയാണോ അതിൽ നിന്ന് ഒന്ന് കുറച്ച് ഗുണിക്കുക. എന്നിട്ട് 2ന്റെ ഡിവൈഡ് ബൈ ആദ്യ ഇരട്ടി രണ്ടാമത്തെ ഇരട്ടി. അല്ലെങ്കിൽ നമ്മൾ ഫോർമുല രൂപത്തിൽ പറയുകയാണെങ്കിൽ x ഇൻറ്റു m-1 പ്ലസ് y ഇൻറ്റു n-1 ഡിവൈഡ് ബൈ m-1. ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് എത്ര വർഷം മുമ്പായിരുന്നു? 3 വർഷം മുമ്പ്. 4 ഇരട്ടി. അപ്പൊ 4 എന്ന് കുറച്ചാൽ 3. അപ്പൊ 3 ഇൻറ്റു 3 പ്ലസ് 2 വർഷം മുമ്പ് 3 ഇരട്ടിയായിരുന്നു. ആ 3 കുറച്ച് 2 അപ്പൊ 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 4 - 3. അതായത് 3 9, 2 4, 4 - 3 1. അപ്പൊ 9 4 13. 13 വർഷമായിരുന്നു മകന്റെ ഇപ്പോഴത്തെ പ്രായം. 13 വർഷമാണ്. അപ്പോൾ ഇത് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. വളരെ ഈസിയാണ്. ഇത് മിക്ക ചോദ്യങ്ങൾക്കും എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.